മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തമിഴ്നാട്ടിൽ ഇപ്രാവശ്യം ഒരു ഫ്രാക്ചേർഡ് വേർഡിക്റ്റാണ് ഉണ്ടായത്. പ്രഥമദൃഷ്ടിയ ഒരു വിജയ് തരംഗം എന്നൊക്കെ തോന്നാമെങ്കിലും വിജയിൻ്റെ പുതിയ പാർട്ടി തമിഴക വെട്രി കഴകത്തിന് ആവശ്യമുള്ള നമ്പേഴ്സ് ലഭിച്ചിട്ടില്ല. 108 സീറ്റുകളാണ്, 107 സീറ്റുകൾ മാത്രമേ കണക്കാക്കാനാവൂ. വിജയ് 2 സീറ്റിൽ വിജയിച്ചതുകൊണ്ട് അതിലൊരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷേ മാജിക് നമ്പർ 234 അംഗ നിയമസഭയിലെ ഭൂരിപക്ഷ മാർക്ക് എന്ന് പറയുന്നത് 118 സീറ്റുകളാണ്. ഒരു 10 സീറ്റിൻ്റെ അല്ലെങ്കിൽ 11 സീറ്റിൻ്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഫ്രാക്ചേർഡ് വേർഡിക്റ്റ് എന്ന് പറയുന്നത്. DMK മുന്നണിക്ക് 2ാം സ്ഥാനമാണ്, മുഖ്യ പ്രതിപക്ഷമാണ്. DMKക്ക് ഒറ്റയ്ക്ക്, കാരണം ഈ ഒറ്റയ്ക്കുള്ള നമ്പേഴ്സേ നമുക്ക് പരിഗണിക്കാനാവൂ. കാരണം ഈ മുന്നണി എന്ന നിലയിൽ ഇപ്പോഴതിൻ്റെ പ്രസക്തിയില്ല. കാരണം കോൺഗ്രസും ഇടതുകക്ഷികളുമൊക്കെ പുനർവിചിന്തനം നടത്തുന്ന ഒരു സമയത്താണ്. അപ്പോൾ 59 സീറ്റുകളുമായി DMK രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. 107 സീറ്റ് തമിഴക വെട്രി കഴകത്തിന്, 59 സീറ്റ് DMKക്ക്, 47 സീറ്റ് AIADMKക്ക്. അപ്പം മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ DMK തന്നെയാവും. AIADMKക്ക് 3ാം സ്ഥാനമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഏറ്റവും അധികം പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നത് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്, AIADMK. അതായത് EPSൻ്റെ പളനിസ്വാമിയുടെ പാർട്ടി വലിയൊരു പിളർപ്പിൻ്റെ വക്കിലാണെന്ന് ചിലർ കാണുന്നു, സംഘർഷത്തിലാണെന്ന് ചിലർ കാണുന്നു. ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് AIADMKയുടെ MLAമാരെ. അതിൽ 40 പേരെങ്കിലും ചിന്തിക്കുന്നത് വിജയ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, പുറത്ത് നിന്നുകൊണ്ട്, പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു ഭരണകൂടത്തെ നിലനിർത്തുക. പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനമൊന്നും കിട്ടില്ല, പിന്തുണ കൊടുക്കുക, ഇതാണ് പറയുന്നത്. പക്ഷെ ചിലരതിന് അനുകൂലമല്ല. ഒരു രാഷ്ട്രീയ പ്രസൻസ് നിലനിർത്താൻ മാറി നിൽക്കണം, പ്രതിപക്ഷ റോളാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവർ AIADMKയിലുണ്ട്. അപ്പോൾ AIADMKയുടെ പിന്തുണ യു കാൺ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അപ്പോൾ വിജയും ഒരുപക്ഷെ AIADMK പ്രതിനിധികളും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ADMKയുടെ പിന്തുണ ഇല്ലാതെ തന്നെ DMK ചേരിയിൽ, അതായത് തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് 5 MLAമാരുണ്ട് പുതിയ നിയമസഭയിൽ, CPM 2 MLAമാർ, CPI 2 MLAമാർ, മുസ്ലിം ലീഗ് 2 MLAമാർ, VCK അല്ലേ, ഈ വിടുതല ചെറുത കക്ഷി, ആ കക്ഷിക്ക് 2 പേര്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. വേണമെങ്കിൽ 10-12 എണ്ണം ഒപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ വിജയ് പാർട്ടി വിചാരിച്ചിരുന്നത്. പക്ഷേ TVKയോടൊപ്പം ചേരാൻ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തിന്, തമിഴ്നാട് ഘടകത്തിന് അനുവാദം കൊടുത്തു. തമിഴ്നാട് ഘടകം വല്ലാതെ വറവിൻ്റെ അനുഭവത്തിലായിരുന്നു. ഇത്രയും കാലം DMK 7 തടുപ്പിച്ചിട്ടില്ല. സീറ്റൊക്കെ കൊടുക്കും, കുറേ പേര് ജയിച്ചു വരും. പക്ഷെ മന്ത്രിസ്ഥാനം DMKക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സമയത്ത് പോലും കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയെ സംസ്ഥാനത്ത് വയ്ക്കാൻ സ്റ്റാലിൻ തയ്യാറായില്ല, കരുണാനിധിയും തയ്യാറായില്ല. അതിൻ്റെ ഒരു ചുരുക്കുണ്ട് കോൺഗ്രസ്സുകാർക്ക്. ഇപ്പോൾ ഒരു 2 മന്ത്രിസ്ഥാനം ചോദിച്ചാൽ കിട്ടും. അതുകൊണ്ട് വിജയ് പാർട്ടിയോടൊപ്പം ചേർന്ന് ഘടകകക്ഷിയായി TVK മുന്നണിയിൽ ചേരാൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാണ്. അതിനുള്ള അനുവാദവും കൊടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നമ്പറായില്ലല്ലോ. 107ഉം 5ഉം 112. പക്ഷേ 118 ആക്കണമെങ്കിൽ വീണ്ടും 6 സീറ്റ് കൂടെ വേണമല്ലോ. അവിടെയാണ് CPM CPI ഈ 2 കക്ഷികളും പറയുന്നത് BJP ബന്ധം ഉണ്ടാവില്ല എന്ന് എഴുതി തന്നാൽ, ഉറപ്പ് തന്നാൽ തങ്ങൾ പരിഗണിക്കാം. കൃത്യമായി ഒന്നും പറയുന്നില്ല, പരിഗണിക്കാം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ 4 സീറ്റുകൾ. മറ്റ് കക്ഷികൾ, ചെറിയ ചെറിയ കക്ഷികളുണ്ട്. പാട്ടാളി മക്കൾ കക്ഷി, അതൊക്കെ ഒരുപക്ഷെ ചേരാനുള്ള സാധ്യതയുള്ള 4-5 സീറ്റുകളുള്ള കക്ഷികളാണ്, 4 സീറ്റുകളുള്ള കക്ഷിയാണ്. അതുപോലെ അപ്പോൾ DMK മുന്നണിയിലും ADMK മുന്നണിയിലുമുള്ള ചെറിയ കക്ഷികൾ, ഇവരുടെയൊക്കെ പിന്തുണ ഒരു പക്ഷേ കിട്ടാം. പക്ഷേ ഗവർണറെ കാണാൻ ആദ്യം വിജയ് ചെന്നപ്പോൾ ഗവർണർ പറഞ്ഞു, രാജേന്ദ്ര ആർലേക്കർ പറയുന്നു, ഈ കൃത്യമായ നമ്പർ ഇല്ലാതെ നിങ്ങളെ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കാൻ തയ്യാറല്ല. ഇവിടെ സാധാരണ ഗവർണർമാർ പാലിക്കുന്നൊരു മാന്യതയുണ്ട്. അതായത് ഓക്കെ, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ, ഒരാഴ്ച അല്ലെ 10 ദിവസത്തിനുള്ളിൽ പിന്തുണ, നിയമസഭയ്ക്കുള്ളിൽ പിന്തുണ തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആവശ്യത്തിന് പിന്തുണയുണ്ട് എന്ന് തെളിയിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് തുടരാം. പക്ഷെ അങ്ങനെ പോലും വിജയിനെ മുഖ്യമന്ത്രിയാക്കി നിയമിക്കാൻ രാജേന്ദ്ര അർലേക്കർ തയ്യാറാവുന്നില്ല.
അപ്പം ഇവിടെ എന്താണ് അതിന് പിന്നിൽ? അപ്പോൾ അത് നമുക്ക് കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ കേട്ടതുമാണ്. നിങ്ങളെല്ലാം ഈ തമിഴ്നാട് പൊളിറ്റിക്സ് ആഴത്തിൽ വാച്ച് ചെയ്യുന്നവർ ഇത് കണ്ടതുമാണ്. ഇനി അതിൻ്റെ അനാലിസിലേക്ക് നമുക്ക് നീക്കാം. അതിൻ്റെ ഒരു വിശകലനത്തിലേക്കും തലനാരിഴ കീറിയുള്ള സാഹചര്യത്തിൻ്റെ ഒരു പൊരുൾ തിരിക്കാനൊരു ശ്രമം നടത്താം. എന്തുകൊണ്ട് അർലേക്കർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു? സ്വാഭാവികമല്ലേ, വിജയന് മുഖ്യമന്ത്രിയാകാനുള്ള മാൻഡേറ്റ് ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അത് പോരാന്നറിയാം, പക്ഷേ ചെറിയ നമ്പറിൻ്റെ കുറവേ ഉള്ളൂ. അതൊക്കെ എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ പടപടാന്ന് നമ്പറുകൾ എത്തും. പക്ഷേ BJPക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ വിജയ് പാർട്ടി ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നതാണ് ഒരു ചിന്ത. അതിപ്പോൾ പറയാവുന്ന വകുപ്പ് മാത്രമേ പറയാൻ പറ്റൂ. ആവശ്യത്തിന് നമ്പേഴ്സ് ഇല്ല. ആവശ്യത്തിന് നമ്പർ ഇത്ര MLA-മാരുടെ പിന്തുണക്കത്വമായി വരൂ, താൻ അനുവദിക്കാം. ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് രാജേന്ദ്ര അർലേക്കറുമായി 2ാം റൗണ്ട് ചർച്ചയിലാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് ദ നമ്പേഴ്സ്, ഐ വിൽ ഫോം ദ ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യ പ്രതിപക്ഷമായ ദ്രാവിഡ മുന്നേറ്റ കഴകം MK സ്റ്റാലിൻ്റെ കക്ഷി പറഞ്ഞിരിക്കുന്നത് വിജയ് ഭരിക്കട്ടെ, മാൻഡേറ്റ് തങ്ങൾക്ക് അനുകൂലമല്ല, ഈ പറയുന്ന തമിഴക കക്ഷി കഴകത്തിന് അനുകൂലമാണ്, ഭരിക്കട്ടെ, 6 മാസത്തേക്ക് ഞങ്ങൾ വാച്ച് ചെയ്യും, ഞങ്ങളുടെ വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ നിങ്ങൾ തുടരുന്നോ എന്ന് തങ്ങൾ നോക്കും. തങ്ങൾ പിന്തുണയൊന്നും നൽകുന്നില്ല, ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കും, പക്ഷേ വിജയ് ഭരിക്കട്ടെ, അതിന് ഇടങ്കോലിടേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ത്യ മുന്നണി കക്ഷി കൂടിയായ DMK പറയുന്നത്. പക്ഷേ എത്ര കാലം ഇന്ത്യ മുന്നണി കക്ഷി? കോൺഗ്രസ് കളം മാറി ചവിട്ടുമ്പോൾ DMK എന്താണ് ചെയ്യേണ്ടത്? വലിയ വിശ്വാസവഞ്ചനയല്ലേ കാട്ടിയിരിക്കുന്നത്. കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ ജൈവികമായൊരു വളർച്ച ഇല്ല എന്ന് ഓർക്കണം. വളർച്ച മുരടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ DMKയുടെ ഫോൾട്ടിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ്സിന് കുറേയെങ്കിലും MP-മാരെയും MLA-മാരെയും സൃഷ്ടിക്കാൻ കഴിയുന്നത്. മന്ത്രിസ്ഥാനമില്ല എന്നത് മാത്രമാണ് പരിഭവം. പക്ഷേ അത് DMK ഏറ്റവും മോശം കാലത്ത് കോൺഗ്രസ്സിനെ ചേർത്ത് നിർത്തിയ ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ ഇപ്പോൾ ഒരു മാറിയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ താൽക്കാലിക സ്വാർത്ഥ ലാഭം മാത്രം വിചാരിച്ചുകൊണ്ട് വിജയിൻ്റെ ബാൻഡ് വാഗണിൽ ചാടി കയറിയാൽ DMK എന്താണ് പറയുക? ഇതൊക്കെ ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഇപ്പോൾ തന്നെ മമത പ്രാക്ടിക്കലി ഔട്ട്, കെജ്രിവാൾ ഈസ് ഔട്ട്, ആൻഡ് DMK സ്റ്റാലിനും പോയി കഴിഞ്ഞാൽ മോദിക്കെതിരെ അല്ലെങ്കിൽ NDAക്കെതിരെ അതിശക്തമായി നിന്ന നെടും തൂണുകൾ 4 വഴി ചെതറിപ്പോവുകയല്ലേ. BJPക്ക് അത് സന്തോഷമാണ്. അപ്പോൾ ആ സാഹചര്യം പെർപ്പച്വേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്ന് കുഴച്ചെടുക്കുക എന്നൊരു അജണ്ട രാജേന്ദ്ര അർലേക്കർ BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് അമിത്ഷായ്ക്ക് ഉൾപ്പെടെ ഉണ്ടോ എന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, വിജയ് എത്ര കാലം മുന്നോട്ട് പോകും? നമ്മൾ വിചാരിക്കും മാൻഡേറ്റ് ആണ് അടിസ്ഥാനം. അല്ലല്ലോ, പണം ഒരു ഘടകമല്ലേ. ഹൂ എവർ കൺട്രോൾസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഹൂ എവർ കൺട്രോൾസ് CBI വിൽ ആക്ച്വലി കൺട്രോൾ ദ പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ. ഇത് ശരിയാണെന്ന് എത്ര പ്രാവശ്യം തെളിഞ്ഞു. ഇവിടെ രാഘവ് ചദ്ദയുടെ കേസ് നമ്മൾ കണ്ടില്ലേ, മിത്തലിൻ്റെ കേസ് കണ്ടില്ലേ, ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് പോയ MP-മാർ, രാജ്യസഭ MP-മാരുടെ കാര്യമാണ് പറയുന്നത്. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിൽ വിജയിൻ്റെ പണത്തിൻ്റെ സ്രോതസ് എത്രത്തോളം ടാക്സ് കൊടുക്കുന്നുണ്ട് നമുക്കറിയില്ല. ഒരു കൃത്യം ഫിഗേഴ്സ് അറിയില്ല, വരവിൻ്റെ കൃത്യം ഫിഗേഴ്സ് നമുക്കറിയില്ല, ഊഹക്കണക്കേ ഉള്ളൂ. സിനിമയിൽ നിന്നും നേടിയ, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും നേടിയ കോടാനുകോടി രൂപ വിജയൻ്റെ കൈവശമുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു. കൃത്യമായ കണക്കുകൾ കൊടുക്കാനാവുമോ? അറിയില്ല. പണം വലിയ തോതിലാണ് കൈമാറപ്പെട്ടത്, ഉപയോഗിക്കപ്പെട്ടത്. ഇതൊക്കെ കേന്ദ്ര ഏജൻസികൾക്ക് അറിയില്ല എന്നാണോ വിചാരം? അവർക്കറിയാം. പരമാവധി സമ്മർദ്ദം വിജയിന് മേൽ ചെലുത്താൻ, ഒരിക്കൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നീട് ഘടനകളെ, അവിടുത്തെ പ്രാദേശിക ഘടനകളൊക്കെ കുറേയേറെ നിയന്ത്രിച്ചുകൊണ്ട് കുറേ മുന്നോട്ട് പോകാൻ കഴിയും. ഒരിക്കൽ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ക്ലിക്ക് ആവുകയാണെങ്കിൽ ഏറെ മുന്നോട്ട് പോകാനും കഴിയും. അതുകൊണ്ട് അതിനൊരു റോഡ് ബ്ലോക്ക് സൃഷ്ടിക്കുക എന്നതാവാം ഒരു പക്ഷേ ചിന്ത. 2, AIADMKയുടെ ഒരു ഭാഗം പിളർന്നു മാറി. എത്ര പിളർപ്പാണ് നടന്നത്? AIADMKക്ക് എത്ര പിളർപ്പ് നടന്നു കഴിഞ്ഞു ഓൾറെഡി? എത്ര പേരാണ് മാറിയും മറിഞ്ഞും പോയത്? ശശികല, പിന്നെ ദിനകരൻ, എല്ലാം മാറി മറിഞ്ഞും ADMK മുഖ്യ പ്രതിപക്ഷമായി വന്നുപോലുമില്ല. അപ്പം അതുകൊണ്ട് ഒരു കാലത്ത്, ജയലളിത കാലത്ത് ആർക്കും പരാജയപ്പെടുത്താനാവാത്ത ശക്തി ആയിരുന്ന ADMK ഇപ്പോൾ വല്ലാതെ ശോഷിച്ചിരിക്കുന്നു. എങ്കിലും അവർക്ക് 47 MLA-മാരുണ്ട് എന്നത് ഈ തീരെ വില കുറച്ച് കാണാനുമാവില്ല. പക്ഷെ അതിനെ ഉൾപ്പെടെ ഒന്ന് ചവിട്ടിക്കലക്കി വിഘടിപ്പിച്ചെടുക്കുകയും BJPക്ക് ഏതെങ്കിലും രീതിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ കുറേ പൊളിറ്റിക്കൽ പ്ലെയേഴ്സ് അവിടെ നിന്ന് ഔട്ടാകണം.
ഇപ്പോൾ വിജയ് BJP സഖ്യം ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. വിജയ് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, BJP ഈസ് ദി ഐഡിയോളജിക്കൽ എനിമി ഓഫ് TVK. DMK-യുമായി സഖ്യമുണ്ടാക്കാനാവില്ല വിജയന്. കാരണം DMK ആണ് ഏറ്റവും അധികം വിജയൻ്റെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസി, ദളിത് കോൺസ്റ്റിറ്റ്യുവൻസി, അതുപോലെ മൈനോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസി, ഇവിടെ എല്ലാം തന്നെ വോട്ട് ബാങ്കുകളുള്ള പാർട്ടി DMK ആണ്. കേഡർ സംവിധാനമുള്ള പാർട്ടിയും DMK ആണ്. തൽക്കാലത്തേക്ക് പ്രതിപക്ഷത്തിരുന്നാലും വിജയന് പരാജയമുണ്ടായാൽ തിരിച്ചധികാരത്തിലെത്തേണ്ട കക്ഷി ദ്രാവിഡ മുന്നേറ്റ ഘടകമാണ്. വിത്ത് കോൺഗ്രസ് ഓർ വിതൗട്ട് കോൺഗ്രസ് DMK സ്റ്റാൻഡ്സ് എ ബെറ്റർ ചാൻസ് ഓഫ് കമ്മിങ് ബാക്ക് ടു പവർ. അതാണ് അവിടുത്തെ തമിഴ്നാടിൻ്റെ. കാരണം എക്കാലത്ത് കൊണ്ട് ഒരിക്കലും DMK പൂർണ്ണമായി നിഷ്പ്രഭമായി പോയിട്ടില്ല. ADMK എല്ലാ സീറ്റുകളും 39 ലോക്സഭാ സീറ്റുകളും തൂത്തുവാരുമ്പോഴും ADMKയുടെ DMKയുടെ സംഘടനാ സംവിധാനം അവിടെ ഇൻടാക്റ്റായിട്ട് ഇരുന്നു എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വിജയിന് റോഡ് ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്നത് എന്നതിന് കാര്യമായ ഒരു ഉത്തരമില്ല. പക്ഷേ ഞാൻ മേൽപ്പറഞ്ഞ നിഗമനങ്ങളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ആത്യന്തികമായി വിജയ് മുഖ്യമന്ത്രി ആവും. ADMK ഒരുപക്ഷെ പുറത്തു നിന്നുകൊണ്ട് പിന്തുണയ്ക്കും, അല്ല എങ്കിൽ ഒരു വിഭാഗം പിന്തുണയ്ക്കും. അതും അല്ല എങ്കിൽ DMK മുന്നണിയിൽ നിന്ന കക്ഷികളുടെ പിന്തുണ മാത്രം മതിയാകും. വീണ്ടും ഞാൻ പറയുന്നു, കോൺഗ്രസിന് 5, CPI 2, CPM 2, മുസ്ലിം ലീഗ് 2. മുസ്ലിം ലീഗ് പിന്തുണ കൊടുക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതൊക്കെ മാറാം, ആ നിലപാടൊക്കെ മാറാം. വിജയ് എന്ന ജോസഫ് വിജയ് തൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉയർത്തിപ്പിടിക്കുകയും കേന്ദ്രവിരുദ്ധത, BJP വിരുദ്ധത, ഫെഡറൽ സമീപനം എല്ലാം കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ ഈ കക്ഷികൾക്ക് പുതിയൊരു മുന്നണിയായി വിജയ് നയിക്കുന്ന TVKയുടെ മുന്നണി പങ്കാളികളായി മാറാൻ നൊടിയിടയിൽ സാധിക്കും. ഇതെല്ലാം അസാധ്യമായ കാര്യമല്ല. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ക്ഷിപ്രസാധ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ദീർഘമായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഞാൻ കാണുന്നില്ല. പക്ഷേ താൽക്കാലിക പ്രതിസന്ധി ഒരു സൂചനയാണെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം വല്ലാതെ മറിഞ്ഞിരിക്കുന്നു, കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. നമുക്ക് വിജയിൻ്റെ ആദ്യ ദിനങ്ങളുടെ തീരുമാനങ്ങൾ, കാരണം മുഖ്യമന്ത്രി ആകുമെന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. ആദ്യം ഹൗ വെൽ ഹി ക്യാൻ ബിഗിൻ. നോക്കൂ, ഐഡിയോളജി ഇല്ലാത്തൊരു പാർട്ടിയാണ്. എന്താണ് ഐഡിയോളജി എന്ന് ചോദിച്ചാൽ വിജയനൊന്നും പറയാനില്ല. കുറേ ക്ഷേമ പദ്ധതികൾ എങ്ങും തൊടാതെ കുറേ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ കൃത്യമായ ഒരു ഐഡിയോളജി. ഇപ്പം DMK ADMK പറയുന്നു ദ്രാവിഡ സ്വത്വം നിലനിർത്തുക, ദ്രാവിഡ ഭാഷ തമിഴ് നിലനിർത്തുക, അതിനുവേണ്ടി അക്ഷീണ ശ്രമം നടത്തുക. ചില വ്യക്തമായ പദ്ധതികളുണ്ട്. അഴിമതിയുടെ കുത്തരങ്ങായിരുന്നു തമിഴ്നാട്, സംശയമില്ല. DMK ഭരിക്കുമ്പോഴും AIADMK ഭരിക്കുമ്പോഴും ഒക്കെ തന്നെ അഴിമതി നിറഞ്ഞു നിന്നു. പക്ഷേ ഇവിടെ വ്യത്യസ്തത കൊണ്ടുവരാൻ മാത്രമാണ് വിജയിനൊരു വോട്ട് ചെയ്തിരിക്കുന്നത്. താരപ്രഭയിൽ നിൽക്കുന്ന വിജയ് ഒരു പ്ലേ ചെയ്ത സ്ക്രീൻ റോളുകൾ ജീവിതത്തിലും മുഖ്യമന്ത്രി എന്ന നിലയിലും കൊണ്ടുവരും. ആ റോളുകളിൽ അദ്ദേഹത്തിന് റിയലി ആടിത്തീർക്കാൻ പറ്റുമെന്ന് തമിഴ് ജനത വിചാരിക്കുന്നു. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇത് ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, അഴിമതി അവസാനിപ്പിക്കേണ്ടതുണ്ട്, ഗുണ്ടായിസത്തിൻ്റെ അംശങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. സംഘടനാ സംവിധാനം, TVKയുടെ സംഘടനാ സംവിധാനം, ഫാൻ ക്ലബ്ബുകൾ പോരാ, വ്യക്തമായ പാർട്ടി ഘടനകൾ ഇപ്പോഴും അന്യമാണ്. അത് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതൊക്കെ പുറമെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളും ഐഡിയോളജിയും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അതൊക്കെ സാധിച്ചാൽ ഒരു പുതിയ യുഗപ്പിറവി തന്നെ തമിഴ്നാടിൽ സാധ്യമാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ.